പ്രതീക്ഷ സൂചിപ്പിച്ച പോലെ അവരെ നിരവധി റിസോർട്ടുകളുണ്ട്, പാടികളുണ്ട്, വീടുകളുണ്ട്. അതിലൊക്കെ പലയിടങ്ങളിലായി ആളുകൾ പല കേന്ദ്രങ്ങളിലായി കൂട്ടം കൂടി രക്ഷാപ്രവർത്തക ഈ ദുരന്തമുണ്ടായത് അറിഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കൂടി എത്തിയ സാഹചര്യമാണുള്ളത്. അത് പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരൊക്കെ പലയിടങ്ങളിലായി കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. ഇവർക്ക് ആർക്കും പുറത്തേക്ക് ടെലിഫോണിൽ നമ്മോട് സംസാരിക്കുക അല്ലെങ്കിൽ മായി സംസാരിക്കുക എന്നുള്ളതല്ല. അവരുടെയൊക്കെ സ്ഥിതി ഇപ്പോഴെന്താണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരവും പുറത്തുള്ളവർക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ അടുത്തേക്ക് അങ്ങനെ കൃത്യമായ രീതിയിൽ ആളുകളുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലൊക്കെ പല ഭാഗങ്ങളിൽ ഇവർ ചെയ്യുന്ന ഇടങ്ങളിൽ കാണുന്ന ആളുകളെയാണ്, പരിക്കേറ്റവരെയാണ് ഇപ്പോൾ പുഴ കടത്തി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അവരുടെ മുകൾ ഭാഗങ്ങളിലായി നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു മറവുണ്ട്. പക്ഷേ ആ മലയുടെ ദൃശ്യങ്ങൾ, ആ തേയിലത്തോട്ടത്തിനപ്പുറത്തേക്ക് നിരവധിയായ പ്രദേശങ്ങളിൽ കിലോമീറ്ററുകളോളം കിടക്കുകയാണ് ആ ഭാഗം. ആ ഭാഗങ്ങളിൽ പലയിടങ്ങളിലായി ഇത്തരം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത് പല കേന്ദ്രങ്ങളിലായി കുഴിച്ചതുപോലെ പാടികളിലും റിസോർട്ടുകളിലും വീടുകളിലും ഒക്കെ ആയുണ്ട്. ഇവരുടെ അടുത്തേക്ക് എത്താൻ വളരെ പ്രയാസമാണ്. വാഹന സൗകര്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മറികടന്ന് വേണം അവരുടെ അടുത്ത് എത്താൻ. അവരിൽ പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ അവരെ പുറത്ത് റോപ്പ് വഴി അവരെ പുറത്തെത്തിച്ച് വാഹനം വഴി പുഴയുടെ തീരത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് റോപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം. പക്ഷെ നൂറുകണക്കിന് പേരുണ്ട്. അവരുടെ ഇടയ്ക്ക് എപ്പോൾ എത്താൻ കഴിയുമെന്നുള്ളൊരു വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് എടുക്കും കൂടുതൽ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ആണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അത്തരം ഒരു ദൗത്യമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് കൂടുതൽ ഇനിയും മുഴുവൻ ആളുകളെയും അങ്ങനെ സുരക്ഷിതമായി അവരെ മാറ്റണമെങ്കിൽ ഇനിയും കുറെ സമയമെടുക്കും എന്നുള്ളൊരു വസ്തുതയാണ്. അതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മുമ്പിലുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ പ്രദേശത്തേക്ക്, ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ചൂരൽമലയിൽ നിന്നുള്ള ഏക ഒരു പ്രവേശനമാണ് ഈ പാലം. ആ പാലമാണ് അങ്ങോട്ട് കടക്കാനുള്ള ഏക വഴി. ആ പാലമാണ് പൂർണ്ണമായും തകർത്ത് താഴെ കുത്തിയൊലിക്കുന്ന പുഴ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ മറ്റൊരു വഴി ഈ മുണ്ടക്കൈ പ്രദേശത്തേക്ക് പോകാനില്ല. അതുകൊണ്ട് തന്നെ ഈ വഴി, ഇവിടെ റോപ്പ് വഴിയാണ് ഇപ്പോൾ ആളുകളെ എത്തിക്കുന്നത്. അവിടെ ഒരു താൽക്കാലിക പാലമൊക്കെ സാധ്യമാക്കുക എന്നുള്ളതാണ് ഏക വഴി. ഈ രക്ഷാപ്രവർത്തനം സുഖമായി നടത്തണമെങ്കിൽ അതിനും ഇനിയും സമയമെടുക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതിനാണ്. ഇപ്പോൾ അവർ ചെയ്യുന്നത്, രക്ഷാപ്രവർത്തകർ, NDRF സംഘവും ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും പോലീസും ഒക്കെ ചെയ്യുന്നത്, ഇങ്ങനെ അവർ കണ്ടെത്തുന്ന ആളുകളെ, പരിക്കേറ്റ ആളുകളെ അവർ വാഹനത്തിൽ എത്തിച്ച് അവിടെ നിന്നും സ്ട്രക്ചറിൽ ഈ റോപ്പ് വഴി ഇങ്ങോട്ട് എത്തിക്കുകയാണ്. അങ്ങനെ കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇങ്ങനെ പരിക്കേറ്റവരെ കണ്ടെത്തി. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ടെലിഫോണിലൊക്കെ മുണ്ടക്കൈയിൽ നിന്നും ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സംസാരിക്കുന്ന ആളുകൾ പലരും പറയുന്നുണ്ട്, പരിക്കേറ്റ ആളുകൾ ഇവിടെയുണ്ട്, അവർക്ക് വൈദ്യസഹായം ലഭ്യമാക്കണം, മറ്റു സൗകര്യങ്ങൾ വേണമെന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആളുകളെയാണ് ഇപ്പോൾ ഓരോരുത്തരെയായി പുറത്തെടുത്ത് ഈ തീരത്തേക്ക് കൊണ്ടുവന്ന് റോപ്പ് വഴി ഇങ്ങോട്ട് എത്തിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകൾ അങ്ങനെ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. അവിടെയുള്ളവർക്ക് പോലും അറിയില്ല. കാരണം അവരെല്ലാം ഓരോ തുരുത്തുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പിന്നെ പലയിടങ്ങളിലായി ഉരുൾപൊട്ടൽ ഉണ്ടായത് കാരണം തന്നെ വീണ്ടും ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ പരസ്പരം തന്നെ മുണ്ടക്കൈയിലുള്ള ആളുകൾക്ക് ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പോലും അറിയില്ല എത്ര പേർ എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത്. രക്ഷാപ്രവർത്തകർ ഓരോരുത്തരെയും ഓരോ കേന്ദ്രങ്ങളിലും എത്തി അവിടെ നിന്നും രക്ഷാപ്രവർത്തനം നടത്തേണ്ടവരുണ്ടെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മണ്ണിനടിയിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുത്തണം. പരിക്കേറ്റവർക്കുണ്ടെങ്കിൽ വൈദ്യസഹായം ലഭ്യമാക്കണം. അതിനൊക്കെ സമയവും എടുക്കും. വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഏക വഴി ഇവരെ ഇവിടെ എത്തിച്ച് റോപ്പ് മാർഗം ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അറിയാം, അതിന് വളരെ രക്ഷാപ്രവർത്തനമാണ്. അതിന് ഏറ്റവും നല്ല സമയവും ആവശ്യപ്പെടുന്നുള്ളത് തന്നെയാണ്. ഓരോരുത്തരെയും ആ രീതിയിൽ രക്ഷാപ്രവർത്തനം ഈ റോപ്പ് വഴി ഇക്കരത്തേക്ക് എത്തിക്കണം, ചൂരൽമല ഭാഗത്തേക്ക് എത്തിക്കണം. അതിനുശേഷം മാത്രമേ ആംബുലൻസിൽ എത്തിച്ച് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ആ ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നൊരു. പരിക്കേറ്റ ആളെ തുടർച്ചയായി ഇപ്പോൾ ഞാൻ വന്ന ശേഷം തന്നെ 3 പേരെ ഈ രീതിയിൽ പരിക്കേറ്റ ആളുകളെ കൊണ്ടുവന്നു. ഒരു മരണപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവം, ഒരു മരണപ്പെട്ട ആളെ കൂടി, ഒരു മൃതദേഹം കൂടി ഇങ്ങനെ സമാനമായ രീതിയിൽ റോപ്പ് വഴി കൊണ്ടെത്തിക്കുന്നു. ഇപ്പോൾ ഒരു സ്ത്രീയെ ഇങ്ങനെ പരിക്കേറ്റ സ്ത്രീയെ ഇപ്പോൾ റോപ്പ് വഴി ഇക്കരത്തേക്ക് കൊണ്ടുവരികയാണ്. ആ തരത്തിലാണ് ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം. ശരി.